നെയ്യാറ്റിൻകര ഊരൂട്ടമ്പലം സരസ്വതി വിദ്യാലയത്തിൽ ദളിത് സ്ത്രീയെ നാറുന്നു എന്ന പേരിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ആ മഹാന്റെ ചിത്രം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഊരൂട്ടമ്പലം സ്കൂളിലെ അഭിലാഷ് എന്ന 916 സംഘിയുടെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ധന്യാരാമൻ ഇയാളുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. കാര്യം മഹാനെ നാട്ടുകാർ അറിയണമല്ലോ. നോക്കിയേ, നല്ല കുറിയൊക്കെ അടിച്ച് കാവിയൊക്കെ പുതച്ചു നിൽക്കുന്ന ഒരു 916 സംഘിയാണെന്ന് പറയുന്നതും ധന്യാരാമൻ തന്നെയാണ്. ധന്യാരാമൻ സോഷ്യൽ മീഡിയയിൽ ഇയാളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് ഇങ്ങനെയാണ്: ഊരൂട്ടമ്പലം സരസ്വതി വിദ്യാലയം മാനേജ്മെന്റ് സംഘപരിവാറാണ്. ഊരൂട്ടമ്പലം പോലെ ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലത്ത് സംഘപരിവാർ സരസ്വതിയുടെ പേരിൽ ഒരു വിദ്യാലയം സ്ഥാപിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടുത്തെ വെഹിക്കിൾ കോർഡിനേറ്ററാണ് ഫോട്ടോയിൽ കാണുന്ന അഭിലാഷ്. പാരമ്പര്യമായി ഇവൻ ഇങ്ങനെ ആളുകളെ മണത്തു നോക്കുന്ന ശീലമുണ്ട്. പാരമ്പര്യവും സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന പാണ്ഡിത്യവും കൂടി ആകുമ്പോൾ അത് പോലീസ് കേസായി. ഈ സ്കൂളിന്റെ സാംസ്കാരിക നിലവാരം എത്രത്തോളം ഉയർത്താനുണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. ഒരുപക്ഷെ ഇതായിരിക്കാം സനാതന സംസ്കാരം. കണ്ടല്ലോ, ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആൾ അഭിലാഷ് എന്ന വ്യക്തി, ഇദ്ദേഹമാണ് ആ പിന്നോക്കക്കാരിയായിട്ടുള്ള സ്ത്രീയെ ഒരു മനസാക്ഷിയുമില്ലാതെ നാറുന്നു, അതുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു എന്ന് അറിയിച്ചതും, അതോടൊപ്പം തന്നെ SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചതും. അപ്പോ നല്ല 916 ഹിന്ദു പാർട്ടിയുടെ ആളാണ്. ആ ഹിന്ദു പാർട്ടിയുടെ ആളുടെ മനസ്സിൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഈ നാട്ടിലുള്ളവർക്ക് കൂടി ചിന്തിക്കാനുള്ള അവസരമാണ്. ജോലിക്കെടുത്തത് പിന്നോക്ക ഹിന്ദു, അവരെ ഹിന്ദുവിന്റെ പട്ടികയിൽ പെടുത്തിയിട്ടില്ല. നാറുന്ന വിഭാഗത്തിലാണ് ഇവരൊക്കെ പെടുത്തിയിരിക്കുന്നത്. ഇവിടെയാണ് ഹിന്ദു ഒരുമിക്കൂ, ഹിന്ദു ഹിന്ദു എന്ന് ഇവർ പറയുന്നത്. ഹിന്ദു എന്ന് പറയുന്ന അതേ സനാതനികൾ അല്ലെങ്കിൽ അതേ സംഘികളുടെ ഉള്ളിൽ മറ്റൊരു ഹിന്ദു കൂടി ഉണ്ട് എന്നുള്ളൊരു റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത്. അത് ചിലർക്കെങ്കിലും ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അതിനെ തുറന്നെതിർത്തുകൊണ്ട് ധന്യാരാമൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാർ തിരിച്ചറിയേണ്ട ഒരു ഹിന്ദുവാണ്. ഈ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യർ വീട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ അവരെ മണത്തു നോക്കി ജോലി ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഹിന്ദുക്കൾ വരെ ഈ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. സരസ്വതി എന്ന പേരിൽ ഒരു വിദ്യാലയം തുടങ്ങുമ്പോൾ ആ വിദ്യാലയത്തിനകത്ത് നടക്കുന്ന ജാതിപരമായിട്ടുള്ള വേർതിരിവ് മറ്റൊരു മതക്കാരോടല്ല, ഹിന്ദുക്കളോട് തന്നെ കാട്ടുന്ന ആ അയിത്തം നിങ്ങൾ കാണുന്നില്ലേ? ഇതാണ് ഈ അടുത്ത ദിവസം കട്ടയിലെ സ്കൂളിൽ V മുരളീധരനിൽ നിന്ന് നിങ്ങൾ കണ്ടത്. എന്തുകൊണ്ട് അവിടെ മുട്ടായി ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. ആ മനോഭാവത്തെയാണ് അന്ന് വിമർശിച്ചത്. ഇപ്പോൾ നേരിൽ കാണുന്നത് അധികാര കേന്ദ്രത്തിലിരിക്കാത്ത ചിലരുടെയൊക്കെ മനോഭാവങ്ങളാണ്. ഇത് നാട് തിരിച്ചറിയണം, മനസ്സിലാക്കണം.